എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് തേങ്ങയില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പച്ചക്കായ എടുക്കാം. തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കണം. ഏത്തക്കായ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ കളർ മാറിപ്പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പൊന്ന് മിക്സാക്കി വെക്കുക. ഇനി ഏത്തക്കായുടെ തൊലി ചെത്തിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് വയ്ക്കാം. അതുപോലെ ഏത്തക്കായ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലും കറുത്ത കളറാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എണ്ണ കുക്കിംഗ് ഓയിൽ എടുത്തതിന് ശേഷം കയ്യിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഏത്തക്കായ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിൽ തന്നെ ഇതുപോലെ ഇട്ട് വെച്ചാൽ ഏത്തക്കായുടെ കളറ് മാറാതെ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പരിപ്പാണ്. ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുവരപ്പരിപ്പാണ്. സാമ്പാറൊക്കെ വെക്കുന്ന തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നന്നായി കഴുകിയതിന് ശേഷം പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് വേവിക്കുന്നതിൻ്റെ കൂടെ 2 പച്ചമുളക് നെടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ആക്കിയതിന് ശേഷം നന്നായി വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10-15 മിനിറ്റിൽ തന്നെ പരിപ്പ് നന്നായി വെന്ത് കിട്ടും. പരിപ്പ് വേവുന്ന സമയത്ത് അതിലെ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പരിപ്പ് പാതി വെന്തതിന് ശേഷം അല്ലെങ്കിൽ അത്യാവശ്യം നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് കായ ചേർത്ത് കൊടുക്കാം. കായ്ക്ക് ഒരുപാട് വേവില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് എടുക്കുള്ളൂ. കായ നന്നായി വെന്ത് കിട്ടും. പരിപ്പിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കായ ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പരിപ്പും കായയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പരിപ്പിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പരിപ്പ് ആയതുകൊണ്ട് തന്നെ കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചാറ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കാം. ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 5 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി നന്നായി ഒന്ന് വഴണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുമ്പോൾ പരിപ്പിലേക്ക് താളിച്ചൊഴിക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. സത്യത്തിൽ ഈ ഒരു കറി കൂട്ടി മാത്രം നമുക്ക് ചോറ് കഴിക്കാം. അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഈ ഒരു കറി ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.